പ്രേക്ഷകരെ, മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട് കാണാതാകുന്നതും മരിക്കുന്നതും നമ്മുടെ നാട്ടിൽ തുടർക്കഥയാവുകയാണ് അല്ലേ? സമീപ ദിവസങ്ങളിൽ കാണാതായ തൊഴിലാളികളെ ഇനിയും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ എല്ലാ കാലത്തും സമരത്തിലുമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിശ്വാസവും അവർക്ക് നഷ്ടമായിരിക്കുന്നു. അപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാദൗത്യം എവിടെ പാളുന്നുവെന്ന്. ന്യൂസ് ആംഗിളിലേക്ക്. ചന്തു ചന്ദ്രശേഖരാണ് വിശകലനങ്ങളുമായി എനിക്കിപ്പം തത്സമയം ചേരുന്നത്. ചന്തു, ഗുഡ് മോർണിംഗ്. ഇപ്പം ഈ ചോദിച്ചത് തന്നെയാണ് ചന്തു ഉള്ളത്. കാരണം ഇപ്പം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ഈ തീരദേശവാസികളുടെ ദുരിതം എന്ന് പറഞ്ഞ് മുതലപ്പുഴയിൽ തന്നെ നമ്മൾ എത്രയോ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ തുടർക്കഥയാകുമ്പോൾ ഇതിപ്പം ഒരിടത്തെ കാര്യമല്ല. മുതലപ്പുഴ ഇപ്പം പ്രത്യേകിച്ച് ആ പേരെടുത്ത് പറയാനുള്ള കാരണം ഇപ്പം നിലവിൽ അവിടെ ദൗത്യം നടക്കുന്നത് കൊണ്ടും മാത്രമല്ല കുറേ അധികം അപകടങ്ങൾ ആ പ്രദേശത്താണെന്ന് തോന്നുന്നു സംഭവിക്കുന്നത്, അതുകൊണ്ടുമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരിടത്തെ മാത്രം പ്രശ്നമല്ല, പലയിടത്തെയും പ്രശ്നമാണ്, തീരദേശ മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നം. അപ്പം ഇത്രയും കാര്യങ്ങൾ അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരുന്നിട്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുക. നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയെന്ന് പറയുമ്പോഴും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് എന്തിൻ്റെ അഭാവമാണ്? ഒരു പഠനത്തിൻ്റെ അഭാവമാണോ, അതോ ഈ ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലപ്പോക്കാണോ? എവിടെയാണ് ശരിക്കും സർക്കാരുകൾക്കൊക്കെ പാളുന്നത് ചന്തു? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 469 പേരെ കടലിൽ മരിച്ചതായാണ് സർക്കാർ തന്നെ വിശദീകരിക്കുന്നത്. കൂടാതെ 160 പേരെ കാണാതായിട്ടുമുണ്ട്. ഇത് സർക്കാരിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ എത്രമാത്രം ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ഗൗരവമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ മുതലപ്പുഴി അപകടങ്ങളുടെ തുടർക്കഥയാണ്. നിരവധി ജീവനുകളാണ് മുതലപ്പുഴയിൽ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്നവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം മുതലപ്പുഴി നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ കണ്ടതാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആ പ്രതിഷേധം മാറുന്നത് ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴും ഈ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റവും ഒന്നുമില്ല. ഇതാണ് എവിടെയാണ് ഇതിൽ പാളിച്ച പറ്റുന്നത്? എന്ത് സിസ്റ്റത്തിന് വരുന്ന തകരാറാണോ, അല്ലെങ്കിൽ എന്ത് തരം പ്രശ്നമാണ് ഇതുണ്ടാകുന്നത്? അപകടങ്ങൾ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ കുറയ്ക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയായി വരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി തവണ ചർച്ചയായി വരുന്നു. അത് കഴിയുമ്പോൾ ചർച്ചകൾ അവസാനിക്കുന്നതല്ലാതെ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് ഈ ചർച്ചകളിലേക്ക് കടക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഒരു സ്ഥിതി കൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ മകൾ, അവരുടെ കുടുംബം പറയുന്നത് പ്രധാനമായും ഈ തിരച്ചിൽ കൃത്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. എന്ത് തരം തിരച്ചിലാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ 8 ദിവസമായിട്ടും ഈ ജോണിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്? പ്രധാനമായും സിസ്റ്റത്തിന് വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ആ മകൾ ഇന്നലെ പറഞ്ഞ വാക്കുകളതാണ്. നേരത്തെ ഓഖി വന്ന സമയത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങി ഈ കാണാതായവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവരുടെ സഹായം ഇതിൽ കൃത്യസമയത്ത് അവരെ കൂടെ ഇടപെടിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ ഈ അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഈ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബോട്ടും മറ്റ് ആംബുലൻസും ഒക്കെ, മറൈൻ ആംബുലൻസും ഒക്കെ സജ്ജമാക്കി കിട്ടും. പക്ഷേ അതൊക്കെ കട്ടപ്പുറത്തായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉള്ളതെന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഈ പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ച് കടലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അതിൻ്റെ സമയം തന്നെ അതിക്രമിച്ചിരിക്കും. ഈ മുതലപ്പുഴയിലും സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ എന്ത് തരത്തിലുള്ള തിരച്ചിലാണ് നടക്കുന്നത് എന്ന് അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് സിസ്റ്റത്തിന് കഴിയുന്നില്ല എന്നതാണ്. ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം പഴിചാർന്നു. ഉദ്യോഗസ്ഥരുടെ വലിയ തരത്തിലുള്ള മാറ്റം ഈ ഒരു ഏകോപനക്കുറവിന് കാരണമായി വന്നിട്ടുള്ളതും ഇപ്പോഴുണ്ടായ തന്നെയാണ്. അപകടങ്ങൾ തുടർക്കഥയാകുന്നു, എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നു, നാട്ടുകാർ ഒന്നടങ്കം ഇതിൽ ശരിക്കും എന്താ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ അത് ആ ശരിക്കുമുള്ള